ഡിയർ സ്റ്റുഡൻസ്, മാനേജറൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസ്യൂമേഴ്സ് സർപ്ലസ് അതിൻ്റെ മീനിങ് എന്താണെന്നും ഒപ്പം തന്നെ കൺസ്യൂമേഴ്സ് സർപ്ലസിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും ഇല്ലസ്ട്രേഷനും കണ്ടിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. കൺസ്യൂമേഴ്സ് സർപ്ലസിൽ അതിൽ അസംഷൻസ്, അതായത് കൺസ്യൂമേഴ്സ് സർപ്ലസിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം തന്നെ മാനേജറൽ എക്കണോമിക്സിൻ്റെയും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനും ശ്രദ്ധിക്കുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അസംഷൻസ് ഓഫ് ദി തിയറി ഓഫ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് എന്ന തിയറിയുടെ അസംഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. മാർഷൽസ് കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. മാർഷൽ എന്ന ആളുടെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന തിയറി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഈസ് ബേസ്ഡ് ഓൺ ദി ഫോളോവിങ് അസംഷൻസ്. അത് താഴെ പറയുന്ന അസംഷൻസിനെ ബേസ് ചെയ്താണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് എന്നുള്ളതാണ്. അതായത് യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. നമ്മൾ രണ്ട് തരത്തിലുള്ള യൂട്ടിലിറ്റി പഠിച്ചിരുന്നു, കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ യൂട്ടിലിറ്റി മെഷറബിൾ ആണ്, മെഷർ ചെയ്താൽ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ യൂട്ടിലിറ്റി മെഷറബിൾ അല്ല, അതിന് നമുക്ക് റാങ്ക് ചെയ്യാൻ മാത്രമേ, പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യാൻ സാധിക്കുമേ എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഇത് കാർഡിനൽ യൂട്ടിലിറ്റിയാണ് ഈ തിയറിക്ക് ആധികാരികമായിട്ടിരിക്കുന്നത്. ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മെഷേർഡ്, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി സങ്കല്പത്തിൻ്റെ ബേസ് ചെയ്താണ് ഈ തിയറി ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. രണ്ട്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ടു കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കൺസ്യൂമർക്ക് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുക. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് നോക്കാം. ദ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. ഇപ്പോൾ മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ അഡീഷണൽ ആയിട്ട് എമൗണ്ട് മണി ചിലവാക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ലെവലാണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നു. നമ്മൾ ചിലവാക്കുന്ന ഓരോ അഡീഷണൽ മണി അല്ലെങ്കിൽ റുപ്പിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഈ പറയുന്ന കൺസ്യൂമർ സർപ്ലസ് തിയറി പറയുക. അതായത് കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് ദാറ്റ് ദ യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് മണി റിമെയിൻസ് അൺചേഞ്ച്ഡ്, അതായത് കോൺസ്റ്റന്റ് ഫോർ ദി കൺസ്യൂമർ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് മണി പ്രൊവൈഡ്സ്, നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് മണി ചെലവഴിക്കുമ്പോഴും ദ കൺസ്യൂമർ വിത്ത് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ കിട്ടുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ, ഒരേ തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മണിയുടെ കേസിലാണ് പറയുന്നത്. അയാൾ ചെലവഴിക്കുന്ന ഓരോ തുകയിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സെയിം ലെവലാണെങ്കിൽ, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ. ദിസ് ലീഡ്സ് ടു ദി യൂസ് ഓഫ് മണി ആസ് ദി മെഷറിംഗ് റോഡ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ഒരു മെഷറിംഗ് റോഡ് അല്ലെങ്കിൽ യൂട്ടിലിറ്റിയെ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം എന്ന് പറയുന്നത് മണിയാണ്. ഒരു രൂപ നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഒരു യൂണിറ്റ് ആണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യൂട്ടിലിറ്റിയെ ഇവിടെ മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ആണെന്നാണ് ഇവിടെ മാർഷൽ പറയുക. അപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാകും. ഒരു കൺസ്യൂമറുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമാണ് അയാൾ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി മേ ബി കോൺസ്റ്റന്റ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ക്രിട്ടിക്സ് ഇതിൻ്റെ വിമർശകർ പറയുന്നത് നമുക്ക് ഇനി കാണാവുന്നതാണ്. ഇപ്പോൾ എന്താണ് ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത്, അതിൻ്റെ അസംഷനാണ്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്നുള്ളതാണ് ഈ ഒരു കൺസ്യൂമർ സർപ്ലസിൻ്റെ ഒരു അസംഷൻ. ഇനി മറ്റൊരു അസംഷൻ, ദ കമ്മോഡിറ്റി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് നമ്മൾ ഏത് കമ്മോഡിറ്റിയുടെ കാര്യത്തിലാണോ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടെന്ന് പറയുന്നത്, ദ കമ്മോഡിറ്റി ഇൻ ക്വസ്റ്റ്യൻ അല്ലേ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കമ്മോഡിറ്റി ഇൻ ക്വസ്റ്റ്യൻ ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ കമ്മോഡിറ്റിക്ക് മറ്റ് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളില്ല. അതായത് ആ പ്രൊഡക്റ്റിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളില്ല എന്നുള്ളത്
ഈ കൺസ്യൂമർ സർപ്ലസിൻ്റെ മറ്റൊരു അസംഷനാണ്. അടുത്തത് നോക്കാം. ദ ഇൻകം, ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റന്റ്. കൺസ്യൂമറുടെ ഫാഷൻ, അയാളുടെ ടേസ്റ്റ്, അയാളുടെ ഇൻകം, അതിലൊന്നും വ്യത്യാസമില്ല, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ്, ഇൻകം കോൺസ്റ്റന്റ് ആണ്, ടേസ്റ്റ്, ഫാഷൻ ഇതിലൊന്നും വ്യത്യാസമില്ല എന്നുള്ളത് കൺസ്യൂമർ സർപ്ലസിൻ്റെ മറ്റൊരു സങ്കല്പമാണ്. അടുത്തത് യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അലോൺ. അപ്പോൾ അതായത് ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയെ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ദി യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൊക്കോകോള ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് ക്വാണ്ടിറ്റി. കൊക്കോകോളയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് പെപ്സി ഡസ് നോട്ട് അഫക്റ്റ് ഇറ്റ്. അവിടെ പെപ്സി എത്രമാത്രം ലഭ്യമാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളത് കൊക്കോകോളയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. ദ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അലോൺ. നമ്മൾ ഏത് കമ്മോഡിറ്റിയാണ് കൺസ്യൂമർ സർപ്ലസ് നോക്കുന്നത്, ആ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയിലാണ് അതുമായിട്ടാണ് ആ കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി, അതിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം. അടുത്തത്, ദിസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വാലിഡ്. DMU, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ലോ, അതായത് ആ ലോ ആപ്ലിക്കബിൾ ആകുമ്പോൾ മാത്രമേ ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന തിയറിയും ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഇപ്പോൾ കൺസ്യൂമർ സർപ്ലസ് അത് നമുക്കറിയാം, അഡീഷണൽ യൂണിറ്റ് നമ്മൾ ഓരോരോ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് കൺസ്യൂമറുടെ സർപ്ലസും കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ, നമുക്കതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അവിടെ ആപ്ലിക്കബിൾ ആകുന്നിടത്ത് മാത്രമേ കൺസ്യൂമർ സർപ്ലസ് തിയറിയും ആപ്ലിക്കബിൾ ആവൂ എന്നുള്ളതാണ് ഈ മറ്റൊരു സങ്കല്പം. ഇനി നമുക്ക് ഈ ലോയുടെ ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കൺസ്യൂമർ സർപ്ലസ് തിയറിയുടെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ക്രിട്ടിക്സ്, അതിൻ്റെ വിമർശകർ പറയുന്ന അതിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഓൺ ദി ഫോളോവിങ് ഗ്രൗണ്ട്സ്. താഴെ പറയുന്ന ഗ്രൗണ്ട്സിൽ അല്ലെങ്കിൽ താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അൺറിയലിസ്റ്റിക് അസംഷൻസ്. അതായത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന ആ ലോ ബേസ് ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത അസംഷൻസിലാണ്, അൺറിയലിസ്റ്റിക് അസംഷൻസിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അസംഷൻ ഇതായിരുന്നു, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണെന്നുള്ളത് അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കനോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ഫോർ മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി അത് സ്ഥിരമായിരിക്കാനുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അതിൻ്റെ വിമർശകർ പറയുക. ദിസ് ഈസ് നോട്ട് ദ കേസ് എന്നാണ് അവർ പറയുക. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്ലൈൻസ് വിത്ത് ഇൻക്രീസ് ഇൻ മണി. സാധാരണ മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരാളുടെ കൈവശം ഇരിക്കുന്ന ക്യാഷ് എത്രയുണ്ട്, അവിടെ മണിയുടെ സ്റ്റോക്ക് എത്രയുണ്ട്, അത് കൂടുകയാണോ കുറയുകയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയും വ്യത്യാസം വരുമെന്നുള്ളതാണ് ഈ വിമർശകർ പറയുക. ഇപ്പോൾ പറഞ്ഞ ആ ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ഇറ്റ് ഈസ് ഇമാജിനറി. ഇത് അൺറിയലിസ്റ്റിക് അല്ല, ഒപ്പം തന്നെ ഇത് ഇമാജിനറിയാണ് അല്ലെങ്കിൽ ഇല്യൂഷണറിയാണ്, ശരിക്കും ഉള്ളതല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രിറ്റിസിസം. ദി ഐഡിയ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് അൺറിയലിസ്റ്റിക്. ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞ ഐഡിയ തന്നെ അത് ഇമാജിനറിയാണ്, അൺറിയലിസ്റ്റിക് ആണ്, ഇല്യൂഷറിയാണ്. ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ, ശരിക്കും അതൊരു ഊഹം മാത്രമാണ്, ഹൈപ്പോത്തറ്റിക്കൽ മാത്രമാണ്. ഇൻ ദി വേർഡ്സ് ഓഫ് LMD ലിറ്റിൽ എന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ ദ ഡോക്ട്രിൻ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് എ യൂസ്ലെസ് തിയറിറ്റിക്കൽ ടോയ്. ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് അത് ഒരു ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഉപയോഗമില്ലാത്ത ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കളിപ്പാട്ടം മാത്രമാണ്, തിയറിറ്റിക്കൽ ടോയ് മാത്രമാണെന്നാണ് LMD ലിറ്റിൽ ഇതിനെക്കുറിച്ച് പറയുക. അതായത് കൺസ്യൂമർ സർപ്ലസ് അൺറിയലിസ്റ്റിക് ആണ്, അത് നിലവിൽ ഉള്ളതല്ല, അങ്ങനെ ഒരു സംഗതിയെ ഇല്ലെന്നുള്ളതാണ്, ഇമാജിനറി ആണെന്നുള്ളതാണ് ആ വിമർശകർ പറയുക. ഇനി മൂന്നാമത്തെ വിമർശനം, ഇറ്റ് കനോട്ട് ബി മെഷേർഡ്. ഇവിടെ ഈ ഒരു തിയറി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് അല്ലേ, യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ ബേസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വിമർശകർ പറയുന്നത് യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ്, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കില്ല. വി കനോട്ട് മെഷർ കൺസ്യൂമർ സർപ്ലസ് വിത്ത് എനി മെഷറിംഗ് റോഡ് ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർലി ഇമാജിനറി. അപ്പോൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ കൺസ്യൂമർ സർപ്ലസ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എത്രമാത്രം യൂട്ടിലിറ്റിയാണ് അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ
കൺസ്യൂമർ സർപ്ലസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. വിത്ത് എനി മെഷറിംഗ് റോഡ്, അത് മണിയാണെങ്കിലും അതുപോലെ ഏതൊരു മെഷറിംഗ് റോഡ്, ഏതൊരു ഏകകം ഉപയോഗിച്ചും നമുക്കതിനെ മെഷർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് പ്യൂർലി ഇമാജിനറി. കാരണം ഈ യൂട്ടിലിറ്റി അതുപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസ് അതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണെന്നാണ് ഇവർ പറയുക. മറ്റൊരു ലിമിറ്റേഷൻ നോക്കുക, ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു നെസസിറ്റീസ് ഓഫ് ലൈഫ്. അതായത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ചില വസ്തുക്കളുടെ കാര്യത്തിൽ ചില സമയത്ത് ഇത് ആപ്ലിക്കബിൾ അല്ലാണ്ട് വന്നേക്കാം. ദി ഐഡിയ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഡസ് നോട്ട് അപ്ലൈ ടു വാസ്റ്റ് റേഞ്ച് ഓഫ് നെസസറി ഗുഡ്സ് ലൈക്ക് സാൾട്ട്, മാച്ച് ബോക്സ്, ബ്രെഡ്, കെറോസിൻ. അപ്പോൾ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഒരു ലൈഫിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് അത് ചിലപ്പോൾ ഈ ലോ അവിടെ ആപ്ലിക്കബിൾ അല്ലാണ്ട് വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, ചില സന്ദർഭങ്ങളിൽ ഇഫ് വി പേ 1000 ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ എ ഡെസേർട്ട്, നമ്മളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നമ്മൾ 1000 രൂപ ചിലവാക്കേണ്ടി വന്നു. ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് ആൻഡ് ദിസ് കോസ്റ്റ് ₹10, 10 രൂപയേ ഉള്ളൂ. ഷാൽ ബി സേ ദാറ്റ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു 990. നമുക്ക് 990 രൂപയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാൻ സാധിക്കും. കാരണം 1000 രൂപയാണ് നമ്മൾ കൊടുത്തത്, 10 രൂപ ആക്ച്വലി വിലയുള്ളൂ അല്ലേ. പക്ഷേ അത്രയും അത്യാവശ്യം വന്നപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത് അല്ലേ. അതുകൊണ്ട് നമുക്ക് അതിന് 990യുടെ ഒരു യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് അധികമായിട്ട് ലഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിമർശകർ പറയുക. ദെയർഫോർ ദ സർപ്ലസ് ഈസ് ഇമ്മെഷറബിൾ ആൻഡ് അൺലിമിറ്റഡ്. ഈ കേസിൽ സർപ്ലസ് എന്ന് പറയുന്നത് ഇമ്മെഷറബിൾ ആണ്, അത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ അതിൽ കൂടുതൽ അതിന് വാല്യൂ അല്ലേ, ഏത് സാഹചര്യത്തിലാണ് ആ ഉൽപ്പന്നം വാങ്ങിച്ചത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ കൂടുതൽ അതിൻ്റെ സർപ്ലസ് ഉണ്ടായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ടും ഇതാണ് സർപ്ലസ് എന്ന് കണക്ക് കൂട്ടുക സാധ്യമല്ല എന്നുള്ളതാണ് ഈ കേസിൽ ക്രിറ്റിസിസം ആയിട്ട് പറയുക. മറ്റൊരു ക്രിറ്റിസിസം നോക്കുക, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ ദ കൺസ്യൂമർ സർപ്ലസ് ഓഫ് 2 പേഴ്സൺസ്. 2 വ്യക്തികളുടെ കൺസ്യൂമർ സർപ്ലസ് പരസ്പരം കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് മണി ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ വ്യക്തിക്കും അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാകാം. യൂട്ടിലിറ്റി ഓഫ് മണി ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ബിക്കോസ് ദ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ഓൾ പേഴ്സൺസ് ആർ നോട്ട് ദ സെയിം. കാരണം എന്താണ്, ഓരോ വ്യക്തികൾക്കുമുള്ള ഇൻകം അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, ആർ നോട്ട് ദ സെയിം. അപ്പോൾ കൂടുതൽ ഇൻകം ഉള്ള ആളുകൾക്ക് മണിയുടെ യൂട്ടിലിറ്റിയിൽ വ്യത്യാസം വന്നേക്കാം അല്ലേ. ആ സച്ച് കൺസ്യൂമർ സർപ്ലസ് ഓഫ് 1 പേഴ്സൺ കനോട്ട് ബി കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ദി അതർ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കിട്ടുന്ന കൺസ്യൂമർ സർപ്ലസ് മറ്റൊരാളുടെ കൺസ്യൂമർ സർപ്ലസുമായിട്ട്, അത് സെയിം കമ്മോഡിറ്റി ആണെങ്കിൽ പോലും അയാളുടെ ഇൻകം ലെവലിലേക്ക് വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് അവ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുക. അടുത്തത് ലാസ്റ്റ് ക്രിറ്റിസിസം നോക്കുക, ഇറ്റ് നെഗ്ലക്ട്സ് ദ ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റിനെ ഇത് അവഗണിക്കുന്നു എന്നുള്ളതാണ് പ്രൊഫസർ ഹിഗ്സ് പോലുള്ള എക്കണോമിസ്റ്റുകൾ പറയുക. ഇൻകം എഫക്റ്റിനെ ഈ തിയറി അവഗണിക്കുന്നു. എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻകം എഫക്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടുന്നു. ഇൻകം കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുന്നതനുസരിച്ച് പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നുള്ള ഒരു എഫക്റ്റാണ് ഇൻകം എഫക്റ്റ് അല്ലേ. ഹിഗ്സ് ക്രിറ്റിസൈസ്ഡ് ദാറ്റ് മാർഷൽ ഫെയിൽഡ് ടു മെഷർ ദ ഇൻകം എഫക്റ്റ് ഓഫ് എ പ്രൈസ് ചേഞ്ച് ഓഫ് എ കമ്മോഡിറ്റി ഓൺ ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതും അതിൻ്റെ പ്രൈസും ആയിട്ടുള്ള ചേഞ്ചസ് നോക്കുമ്പോൾ അവിടെ ഇൻകം എഫക്റ്റ് അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഹിഗ്സ് പറയുക. എ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അസംഷൻ അല്ലേ. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻകം എഫക്ട്സ് ആർ ആബ്സെന്റ്. അവിടെ ഇൻകം എഫക്റ്റ് കണക്കിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് നെഗ്ലക്ട്സ് ദ ഇൻകം എഫക്റ്റ് എന്നുള്ളത് ഈ ഒരു ലോയുടെ മറ്റൊരു ക്രിറ്റിസിസമായിട്ട് പറയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഇപ്പോൾ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. So the concept of consumer surplus has been criticized. കൺസ്യൂമർ സർപ്ലസ് നമ്മൾ തൊട്ട് മുമ്പ് പല കാരണങ്ങൾ കൊണ്ടും അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതിൻ്റെ ക്രിറ്റിസിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ് ഹാസ് ബീൻ പുട്ട് ടു വെറൈറ്റി ഓഫ് യൂസസ്. എന്നിരുന്നാൽ പോലും ഇറ്റ് ഹാസ് ബീൻ പുട്ട് ടു വെറൈറ്റി ഓഫ് യൂസസ്. അത് പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് യൂസസ് ആർ ആസ് ഫോളോസ്. അതിൻ്റെ യൂസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഇമ്പോർട്ടൻസ് ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഇതുകൊണ്ട് വളരെ ഉപയോഗമുണ്ട്. കൺസ്യൂമർ സർപ്ലസ് തിയറി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഉപയോഗമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി ഗവൺമെൻറ് ഇൻ ഇമ്പോസിങ് ടാക്സസ് ഓൺ വേരിയസ് കമ്മോഡിറ്റീസ്. പല കമ്മോഡിറ്റീസിലും ടാക്സസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ സർപ്ലസ് തിയറി ഉപയോഗിക്കാറുണ്ട്. അതായത് ഗവൺമെന്റ്സ് ക്യാൻ ഇമ്പോസ് ഹയർ ടാക്സസ് ഓൺ ഗുഡ്സ് വിത്ത് ഹൈ കൺസ്യൂമർ സർപ്ലസ്. കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഉള്ള ഗുഡ്സിന് ഗവൺമെന്റിന് വേണമെങ്കിൽ ടാക്സ് കൂട്ടാം. കാരണം എന്താണ്, കൂടുതൽ എമൗണ്ട് പേയ്മെന്റ് നടത്താൻ വേണ്ടി ബില്ലിംഗ് ആണ് അവിടെ അല്ലേ. കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ പ്രൈസ് അല്ലെങ്കിൽ ഈ വാങ്ങിക്കുന്ന ആൾ കൂടുതൽ പേയ്മെൻറ്റ് നടത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് അല്ലേ.
അപ്പം അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഉള്ള പ്രൊഡക്റ്റിൽ നമ്മുടെ വിലയുമേൽ ഗവൺമെൻറ് കൂടുതൽ ടാക്സ് ചുമത്തിയാലും അല്പം വില കൂടിയാൽ പോലും ആ കൺസ്യൂമർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാണ്ടിരിക്കില്ല അല്ലേ. ഇവൻ ഇഫ് ടാക്സ് റൈസസ് ദ പ്രൈസ് ഓഫ് സച്ച് ഗുഡ്സ് ഡിമാൻഡ് വിൽ നോട്ട് ഡിക്ലൈൻ. ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുന്നില്ല. അപ്പം അതുകൊണ്ട് ടാക്സ് ചുമത്താൻ വേണ്ടിയൊക്കെ ഗവൺമെൻറ്റിന് ഇത് ഉപയോഗിക്കാറുണ്ട് ഈ തിയറി. മറ്റൊരു എക്സാമ്പിളാണ് ഇമ്പോർട്ടൻസ് ടു ദി മോണോപോളിസ്റ്റ്. മോണോപോളിസ്റ്റിന്, അതായത് മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള മോണോപോളിസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഈ തിയറി കൊണ്ട് ഉപയോഗമുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി മോണോപോളിസ്റ്റ് ഇൻ ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് ഹിസ് പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടുന്നതിന് വേണ്ടി, പ്രൈസ് നിശ്ചയിക്കുന്നതിന് വേണ്ടി, അല്ലെ എത്ര രൂപയായിരിക്കണം അവരുടെ പ്രൊഡക്റ്റ് എന്നുള്ളത് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഈ തിയറി ഉപയോഗിക്കുന്നുണ്ട്. ഹി ക്യാൻ ചാർജ് എ ഹൈ പ്രൈസ് ഫ്രം ദോസ് ഹു ഗെറ്റ് എ ലാർജർ കൺസ്യൂമർ സർപ്ലസ്. ഇപ്പോൾ കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി തയ്യാറുള്ള വ്യക്തികൾക്ക് അവരുടെ ഇടയിൽ നിന്ന് അവർ ഹൈ പ്രൈസ് ചിലപ്പോൾ ഈടാക്കാം. അവർക്ക് കൂടുതൽ ഹൈ പ്രൈസ് ഈടാക്കിയാലും അവർ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും, കാരണം അവർ അത്രയും കൊടുക്കാൻ തയ്യാറാണ് അല്ലേ. ആൻഡ് എ ലോവർ പ്രൈസ് ഫ്രം ദോസ് ഹു ഗെറ്റ് എ ലോവർ കൺസ്യൂമർ സർപ്ലസ്. ഇപ്പോൾ കൺസ്യൂമർ സർപ്ലസ് കുറവായിട്ടുള്ള ആളുകളിൽ നിന്ന് അവർ കുറഞ്ഞ പ്രൈസേയും ഈടാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് മൂവി തിയേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ദേ മേ ചാർജ് ഹയർ പ്രൈസ് ടിക്കറ്റ് അല്ലെങ്കിൽ ഹയർ ടിക്കറ്റ് പ്രൈസ് ഇൻ ദി ഇനീഷ്യൽ ഡേയ്സ് ഓഫ് റിലീസ് ഓഫ് എ പോപ്പുലർ മൂവി. അതൊരു എക്സാമ്പിളാണ്. ഒരു പോപ്പുലർ ആയിട്ടുള്ള മൂവി അത് റിലീസ് ചെയ്യുന്ന ദിവസം ആളുകളിൽ നിന്ന് കൂടുതൽ ടിക്കറ്റിന് വില ഈടാക്കുന്നു. പിന്നീട് കാരണം അത്രയും റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ അത്രയും പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് അല്ലേ. അവരുടെ കൺസ്യൂമർ സർപ്ലസ് കൂടുതലാണ്. പിന്നീടുള്ള ആഴ്ചകളിൽ പിന്നീട് വരുന്ന ആളുകളിൽ നിന്ന് ഒരു ലോവർ റേറ്റ് വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് പറയുന്നത് മോണോപോളിസ്റ്റ് ചാർജ് ഹൈ പ്രൈസ് ഫോർ ഗുഡ്സ് വിത്ത് ഹൈ കൺസ്യൂമർ സർപ്ലസ്. കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഉള്ള ആളുകളിൽ നിന്ന് മോണോപോളിസ്റ്റ് കൂടുതൽ പേയ്മെൻറ്റ് ലഭിക്കുന്നത്. അതായത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ തിയറി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻസ് ഇൻ കമ്പയറിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവിത നിലവാരം നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ, രണ്ട് പ്രദേശങ്ങളുടെ ജീവിത നിലവാരം കമ്പയർ ചെയ്യുന്നതിന് വേണമെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് തിയറി ഉപയോഗിക്കാം. ഇറ്റ് ഹെൽപ്സ് us ഇൻ കമ്പയറിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ബിറ്റ്വീൻ ടു ഏരിയാസ്. രണ്ട് ഏരിയകൾ വേർ മണി ഇൻകം ഈസ് സെയിം. അവിടെയുള്ള മണി ഇൻകം സെയിം ആണ്, ബട്ട് അതർ ഫാക്ടേഴ്സ് ഡിഫർ. അതായത് നമുക്ക് കൂടുതൽ അമ്യൂണിറ്റീസ്, കൂടുതൽ സൗകര്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാവുന്നുണ്ടെങ്കിൽ അവിടെ കൺസ്യൂമർ സർപ്ലസ് കൂടുതലായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇൻ ദീസ് പ്ലേസസ് ദ കൺസ്യൂമർ എൻജോയ് ലാർജ് കൺസ്യൂമർ സർപ്ലസ്. അതുപോലുള്ള സ്ഥലങ്ങളിൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടാകും. അപ്പോൾ എ പ്ലേസ് വെയർ ദെയർ ആർ ഗ്രേറ്റർ അമ്യൂണിറ്റീസ് അവൈലബിൾ അറ്റ് ചീപ്പർ റേറ്റ്സ് വിൽ ബി ബെറ്റർ ടു ലിവ് ഇൻ. എവിടെയാണോ നമുക്ക് കൂടുതൽ അമ്യൂണിറ്റീസ് കുറഞ്ഞ റേറ്റിൽ ചീപ്പർ റേറ്റ്സിൽ അവൈലബിൾ ആയിരിക്കുന്നത് അവിടെ ആയിരിക്കും കൂടുതൽ താമസിക്കാൻ അനുയോജ്യം. അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ അത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഈ കൺസ്യൂമേഴ്സ് തിയറി ഉപയോഗിക്കാറുണ്ട്. കൺസ്യൂമേഴ്സ് സർപ്ലസ് തിയറി ഉപയോഗിക്കുന്നു. അടുത്ത ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കുക. ഇമ്പോർട്ടൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിലും ഈ കൺസ്യൂമർ സർപ്ലസ് തിയറി കൊണ്ട് ആവശ്യമുണ്ട്. ദി കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ മെഷറിംഗ് ദ ബെനിഫിറ്റ്സ് ഫ്രം ഇൻ്റർനാഷണൽ ട്രേഡ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും ഈ കൺസ്യൂമർ സർപ്ലസ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുക. ഈ ഫോറിൻ ഗുഡ്സ് ആർ ചീപ്പർ ദാൻ ഡൊമസ്റ്റിക് ഗുഡ്സ്. ഡൊമസ്റ്റിക് ഗുഡ്സിനേക്കാളും ഫോറിൻ ഗുഡ്സ് ചീപ്പർ ആണെങ്കിൽ, അതായത് ഡൊമസ്റ്റിക്കലി അത്തരത്തിലുള്ള ഗുഡ്സിന് വില കൂടുകയും ഫോറിനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്കത് കുറഞ്ഞ വിലയ്ക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ഫോറിൻ ഗുഡ്സ്. നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുന്നതാണ് ബെറ്റർ. ബിക്കോസ് കൺസ്യൂമർ സർപ്ലസ് വിൽ ബി മോർ ഫ്രം ഫോറിൻ ഗുഡ്സ്. കാരണം എന്താണ്, ഇവിടെ ഫോറിൻ ഗുഡ്സിൻ്റെ കാര്യത്തിൽ കൺസ്യൂമർ സർപ്ലസ് കൂടുതലായിരിക്കും. കാരണം അത് ഇതിലും കൂടുതൽ വിലയാണ് ഡൊമസ്റ്റിക്കിൽ അല്ലെങ്കിൽ ലോക്കലായിട്ട് ഇതിലും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ ഗുഡ്സിൻ്റെ കാര്യത്തിൽ കൺസ്യൂമർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അവർക്ക് കൺസ്യൂമർ സർപ്ലസ് കൂടുതലായിരിക്കും ദാൻ ഫ്രം ഡൊമസ്റ്റിക് ഗുഡ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബെനിഫിറ്റ് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും ഈ കൺസ്യൂമർ സർപ്ലസ് ഉപയോഗിക്കുന്നു. അടുത്തത് അവസാനമായിട്ട് ഇമ്പോർട്ടൻസ് ഇൻ മെഷറിംഗ് ദ വാല്യൂ. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്ന കാര്യത്തിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് യൂസ്ഫുൾ ഇൻ മെഷറിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഇൻ യൂസ്. നമുക്ക് അതിൻ്റെ ഉപയോഗത്തിലുള്ള വാല്യൂ എത്രയാണ്, ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് എത്രയാണ് നമ്മൾ അതിനു വേണ്ടി പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും കൺസ്യൂമർ സർപ്ലസ് തിയറി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കുക. ഗുഡ്സ് ലൈക്ക് സാൾട്ട്, മാച്ച് ബോക്സ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ലൈഫിലെ നെസസറീസ് ആയിട്ട് നമുക്ക് തോന്നുന്ന സാൾട്ട്, മാച്ച് ബോക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഹാവ് എ ഗ്രേറ്റ് വാല്യൂ ഇൻ യൂസ്. അതെല്ലാം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമുക്ക് വാല്യൂ കൂടുതലാണ് അല്ലേ, അതിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്.
ഗ്രേറ്റ് വാല്യൂ ഇൻ യൂസ് ബട്ട് ഹാവ് എ ലോ വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. പക്ഷെ നമ്മൾ അതിന് കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആയിട്ട് അതിന് പകരമായിട്ട് കൊടുക്കുന്ന റുപ്പി അതിൻ്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് ലോ വാല്യൂ, കുറഞ്ഞ വിലയുള്ള അല്ലേ. ബട്ട് ഗുഡ്സ് ലൈക്ക് റേഡിയോ, റെഫ്രിജറേറ്റർ, ജ്വല്ലറി. ഇപ്പോൾ റേഡിയോ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, അതായത് ടി വി, റേഡിയോയ്ക്ക് പകരം നമ്മൾ ടി വി എന്ന് വേണമെങ്കിൽ ആക്കാം. പുതിയ എക്സാമ്പിൾ റെഫ്രിജറേറ്റർ, ജ്വല്ലറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിച്ച് ആർ കംഫർട്ട്സ്. അത് നമ്മൾ ആഡംബരത്തിന് വേണ്ടി അല്ലെങ്കിൽ അമ്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അല്ലേ. ആൻഡ് ലക്ഷറീസ് ആണ്. ഹാവ് എ ലോ വാല്യൂ ഇൻ യൂസ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം നമുക്ക് അത്ര അത്യാവശ്യമാണ്, ജീവിക്കാൻ അത് കൂടിയേ തീരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലോ വാല്യൂ ഇൻ യൂസ്. പക്ഷേ അതിന് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ്, അതിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. അതിൻ്റെ വാല്യൂ ഇൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. therefore they have a small consumer surplus. അതുകൊണ്ട് തന്നെ അവിടെ കൺസ്യൂമർ സർപ്ലസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ വാല്യൂ ഇൻ യൂസും വാല്യൂ ഇൻ എക്സ്ചേഞ്ചും തമ്മിലൊക്കെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയും അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും ഈ കൺസ്യൂമർ സർപ്ലസ് തിയറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് ഇനി മറ്റൊരു ദിവസം